കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അനുമതി നൽകില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇപ്പോഴും ആ പ്രതിഷേധം അതങ്ങനെ തുടരുകയാണോ? കുടുംബം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? സ്മിത, നിലവിൽ ഈ കുടുംബം ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി വേണം, കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം, ഒപ്പം തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപിച്ചുകൊണ്ട് കർഷകർക്കും അവിടെയുള്ള ജനങ്ങൾക്കും ഒക്കെ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഇത്തരം ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും അനുമതി നൽകില്ല എന്നുള്ള നിലപാടുമായാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ 3 മണിയോട് കൂടെയാണ് ഈ സംഭവം ഉണ്ടാവുകയും അബ്രഹാം എന്ന 70-കാരൻ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. സംഭവം ഇത്രയേറെ സമയം പിന്നിട്ടിട്ടും കുടുംബം ഇതുവരെയും ഒരു അയവും വന്നിട്ടില്ല. ജില്ലാ കളക്ടർ അതുപോലെ തന്നെ കോഴിക്കോട് MP ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ആ ചർച്ചകൾക്കൊടുവിൽ 2 ചർച്ചകളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇതേ നിലപാടുമായി കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലെടുത്തുള്ള തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഇവരുമായി ഒരു ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്ക് അവർ തയ്യാറാകുകയാണ് എങ്കിൽ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പോലീസും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരും അറിയിക്കുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട് നഗരമേഖലയിലും അതുപോലെ തന്നെ കക്കയത്തും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ നേരത്തെ എടുത്ത ഈ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഈ ഒരു സാഹചര്യത്തിൽ പുതുതായി ഒരു ചർച്ച ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. കുടുംബം അനുമതി നൽകുകയാണ് എങ്കിൽ പോസ്റ്റ്മോർട്ടവും തുടർ നടപടികളും ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. സ്മിത, ശരി. ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു. കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിക്കുന്നു. രാഹുൽ സുരേഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. രാഹുലിന് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ നാട്ടുകാർ? ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നു. അവരുടെ കുടുംബത്തിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം? സ്മിത, നമ്മളിപ്പോൾ ഉള്ളത് കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. രാവിലെ മുതൽ ആരംഭിച്ച സമരം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന 3 ചർച്ചകളും തുടരെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ താമരശ്ശേരി ബിഷപ്പ് സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം കൂടി ഇവിടെ എത്തിയ ശേഷം ആളുകളെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഈ തുടർ സമരം പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താമരശ്ശേരി ബിഷപ്പ് തന്നെ അറിയിക്കുമെന്നാണ് നിലവിൽ ഇവിടെയുള്ള നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും രാവിലെ 10 മണിക്കൊരു ചർച്ചയുണ്ടായിരുന്നു. 12 മണിക്ക് വനം വകുപ്പും ജനപ്രതിനിധികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു. അല്പം മുമ്പ് മന്ത്രിതലത്തിലും ഒരു ചർച്ച നടന്നു. ഇങ്ങനെ തുടർച്ചയായ ചർച്ചകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ നീങ്ങിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, അതോടൊപ്പം കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക, ഈ കക്കയത്ത് ദിവസങ്ങളായി തുടരുന്ന വന്യമൃഗശല്യത്തിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. മുമ്പ് സമീർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും അബ്രഹാമിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കക്കയത്തെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ അദ്ദേഹത്തെ കാട്ടുപോത്ത് ആക്രമിക്കുന്നതും അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്നതും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഈ മരണം സംഭവിച്ച് 24 മണിക്കൂർ കഴിയുമ്പോഴും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സമരം ശക്തമാക്കാൻ നാട്ടുകാർ ഉപരോധിക്കുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് രാഹുൽ സുരേഷാണ്.